കൊച്ചിയിൽ നിന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം. തേടി വിളി കാലിച്ചിട്ട് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ചേട്ടൻ്റെ ഈ കേസ് കൈമാറിയിട്ടുള്ള കോടതിയിലെ ജഡ്ജി ഉണ്ടല്ലോ. തേടിയ വല്ലി കാലിൽ ചുറ്റി. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര ആരോപണം. കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയായിരുന്നു അതിജീവിതയുടെ കേസ്. ആ കേസ് ഞാൻ സംസാരിച്ച സമയത്ത് ഒരുപോലെ പോസിറ്റീവ് കമൻസും ഒരുപോലെ നെഗറ്റീവ് കമൻസും കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പല വീഡിയോസിൻ്റെ താഴെയും പല കമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ നോട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവ്സും ഉള്ള പോലെ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്തവരും ഉണ്ട്, വിമർശിച്ചവരും ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ മെസ്സേജ് കൂടെ വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, അത് വായിക്കും, ഇത് വായിക്കും, മറ്റേത് വായിക്കും, മറിച്ചേത് വായിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പോയിന്റേ ഉള്ളൂ, ഒരു സ്റ്റാൻഡേ ഉള്ളൂ. ഞാനൊരു ടോപ്പിക്ക് റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും മറ്റൊരാൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടൊന്നുമല്ല. ആ വിഷയത്തിൽ എനിക്ക് എങ്ങനെയാണോ സംസാരിക്കണം എന്ന് തോന്നുന്നത്, ഞാൻ ആ ആംഗിളിലാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ സംസാരിക്കൽ. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റണം, അല്ല അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് മാറ്റണം, അതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം തന്നെയായിരുന്നു. അപ്പം അന്നും ഇന്നും എന്നും ഞാൻ പറഞ്ഞിട്ടുള്ളത്, അവളോട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ശിക്ഷ കിട്ടണം. അവരിങ്ങനെ പ്രവൃത്തി ചെയ്യാൻ കാരണക്കാരനായിട്ട് ആരെങ്കിലും ഒരാൾ ഇതിന് മുകളിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ളതും കിട്ടണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അനുഭവിച്ച പെണ്ണ് വന്ന് ഇന്ന ആൾ ചെയ്തു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന ആൾ എനിക്കിതുണ്ട് എന്ന് പറയുമ്പം അതിനപ്പുറം വേറെ ഒന്നുമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്തായാലും ആവട്ടെ, ഇപ്പം ഞാൻ കുറേ ആ വിഷയത്തെ കുറിച്ചിട്ടൊക്കെ ഏകദേശം സംസാരിച്ചൊക്കെ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളായി നമ്മൾ വേറെ കുറേ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം അതിനിടയിലാണ് ഇപ്പം വീണ്ടും ബാക്ക് ടു ദ ട്രാക്ക് എന്ന നിലയിൽ ഈ ഒരു കേസിൻ്റെ ചെറിയൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നത്. ഏറ്റവും തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ശരിക്കും എൻ്റെ ജോലിയെ സംബന്ധിച്ച് ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഈ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ന്യൂസ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് എപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും വേഗം തന്നെ ഇടാം. അതിന് നമുക്ക് ആദ്യം മെയിനായിട്ട് ആ ന്യൂസിലോട്ട് പോകാം. സോ ഗൈസ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കൊച്ചിയിൽ നിന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം. വിധി പറയാൻ ജഡ്ജി അർഹയല്ല എന്ന് പ്രോസിക്യൂഷൻ. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയത്തിന് നിഴലിലാണ് വിചാരണ കോടതി ജഡ്ജി. അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നാണ് നിയമോപദേശം. ദിലീപിനെ വെറുതെ വിടാൻ എഴുതിയ വിധി എന്നാണ് വിമർശനം. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പും ഉപദേശത്തിലുണ്ട്. ഋഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ഈ അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജി, നമ്മളുടെ ഹണി എന്ന് പറയുന്ന ആള്, ഇത് പറയാൻ ഒരു വിലയുമില്ല, അല്ലെങ്കിൽ ആളിത് പറയാൻ ഒരു അർഹയുമല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മെമ്മറി കാർഡ് ലീക്കായത്, മെമ്മറി കാർഡ് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്, ഇതൊക്കെ പറയുന്നുണ്ട്. അതിലുപരി ഞാൻ ഇത് പറയാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ റിയാക്ട് ചെയ്തൊരു വീഡിയോ, ആ വീഡിയോയിൽ നമ്മളുടെ പൾസർ സുനിക്കും അവരുടെ ബാക്കിയുള്ള 6 പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ശിക്ഷ കിട്ടിയല്ലോ. എന്ന് വെച്ചാൽ അവരെത്ര കൊല്ലമാണോ ജയിലിൽ കടന്നിട്ടുള്ളത്, ആ കൊല്ലം മൈനസ് ചെയ്തിട്ട് ഇത്ര കാലത്തോളം കടക്കണമെന്നൊരു നിയമം വന്ന സമയം, ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ അതിൽ വെച്ചിരുന്നു. അതിൽ റിട്ടയേർഡ് ആയിട്ടുള്ള ജഡ്ജി വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാനാണ് ആ സീറ്റിൽ ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുക്കില്ലായിരുന്നു എന്ന് ആദ്യം. രണ്ടാമത് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കേസിന് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഹണി എന്ന് പറയുന്ന ആള് ഇത് പറഞ്ഞത് എന്നുള്ള പറഞ്ഞു. മൂന്നാമത്, ഒരു സ്ത്രീയായ ജഡ്ജിയായിട്ട് പോലും ഒരു സ്ത്രീയുടെ ഈ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള 3 ഇമോഷൻ. അതിൽ 2 എണ്ണം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാധനവും, മൂന്നാമത്തത് എൻ്റെ ഇമോഷൻ്റെ സൈഡുമാണ്. കാരണം ആദ്യത്തത് ഒരു ജഡ്ജിയാണ് വളരെ ക്ലിയർ ആയിട്ട് വന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുക്കില്ല എന്ന്.
കാരണം വേറെ ആരൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും എൻ്റെ പ്ലേസിലാണെങ്കിൽ ഞാൻ ഈ ശിക്ഷയല്ല കൊടുക്കുക, ഇതിലും ശിക്ഷ കൊടുക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഈ ഒരു കേസിൽ ഈവൻ നിങ്ങളെല്ലാവരും പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല, ഓക്കെ ഫൈൻ, അവിടെ കിടക്കട്ടെ. ബാക്കി തെറ്റ് ചെയ്തല്ലോ പൾസർ സുനിയും ഗ്യാങ്ങും. ഈ പർട്ടിക്കുലർ ഗ്യാങ് ഓഫ് ആൾക്കാർക്ക് കൊടുക്കാവുന്ന ശിക്ഷ കറക്റ്റ് ഇവർ കൊടുത്തിട്ടുണ്ടോ? ഈ കമൻ്റ് ഇടുന്ന ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം? ഒരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ട് പോവുക, അവളെ ഭീഷണിപ്പെടുത്തുക, അവളെ നിർബന്ധിച്ചു കൊണ്ട് ചെയ്യിപ്പിക്കുക, അതിൻ്റെ വീഡിയോ എടുക്കുക, അത് ലീക്കാക്കുമെന്ന് പറയുക, മണിക്കൂറുകളോളം ഗ്രൂപ്പായിട്ട്. ഇതിൻ്റെയൊക്കെ ബേസിസ് എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഇതിലും ഉപരി എന്തൊക്കെ ചെയ്യായിരുന്നു? പിന്നെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 50,000 ഉലുവ എന്ന് തന്നെ പറയാം, 50,000 ഉലുവ കൂടെ പറഞ്ഞിട്ടുള്ളത്? അന്ന് ആ ഒരു വിധി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പണിക്ക് പറ്റിയിട്ടുള്ള ആളല്ല ഈ ജഡ്ജി എന്നുള്ളത്. പക്ഷേ നമ്മളെ നിയമ സംവിധാനത്തിൻ്റെ മുകളിലിരിക്കുന്ന ആളെന്ന നിലയിൽ നമ്മൾ തിരിച്ച് പറയുന്നതിനൊക്കെ കുറച്ച് ഇതുണ്ടല്ലോ, അതുകൊണ്ടാണ് മിണ്ടാത്ത. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്നോട് കുറേ പേര് എന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഈവൻ എൻ്റെ പല വ്യക്തികളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ചിക്കു എന്നാണ് എൻ്റെ പെറ്റ് നെയിം, ചിക്കു നീ ഈ ബേസിസിൽ പറഞ്ഞത്. ഞാൻ ടു ആൻ എൻഡ് ഞാൻ ആ ഇമോഷനോട് കൂടി പറയാനുള്ള എൻ്റെ റീസൺ ഞാനൊരു പെണ്ണായതുകൊണ്ടാണ്. എനിക്ക് ഇപ്പോഴും ആ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ലൈക്ക് ഞാൻ എന്നെ ഇങ്ങനെ സങ്കല്പിക്കുകയാണ്. ഞാനൊരു വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഫേസ് ചെയ്യുക, എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ രീതിയിലാണ് ഈ കേസിനെ ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. അപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീ വേഷം കെട്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്തുകൊണ്ട് അതിജീവിതയുടെ സൈഡ് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ ആലോചിക്കുക. കാരണം ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ട് അതിജീവിത തന്നെ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് പീസ് കട്ട് ചെയ്ത് കയറ്റാൻ വയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ട്. കാരണം അതിജീവിത തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 22 ദിവസം ഈ കോടതി പടിയിൽ കയറി എന്ന് വെച്ചാൽ ഈ ചേംബറിൽ കയറി ഇറങ്ങുന്ന ദിവസങ്ങളിലും കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളതെന്ന്. അപ്പം അത്രയ്ക്ക് ക്രൂരമായ രീതിയിലാണ് അതിൻ്റെ ഉള്ളിൽ നടന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു സിനിമ ഉണ്ട്, അനശ്വര അഭിനയിച്ചിട്ടുള്ള സിനിമ, അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. അനശ്വരേൻ്റെ അടുത്ത് മോശമായി പെരുമാറിയ ഒരു സീന് ലാസ്റ്റ് ലാലേട്ടൻ വന്നിട്ട് കേസ് വാദിക്കുന്നത്, എനിക്ക് പടം അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അതിൽ അനശ്വരേനെ ആ ചേംബറിൽ ഇരുത്തിക്കൊണ്ട് ഓപ്പോസിറ്റിലുള്ള അഡ്വക്കേറ്റ് കുത്തി ചോദിക്കുന്നുണ്ട്. ഇതുപോലെ പല ചോദ്യങ്ങളും അതിജീവിത കടന്നു പോയതിൻ്റെ റിഫ്ലക്ഷനിലാണ് കരഞ്ഞു പോയത്. അതിജീവിത കേസ് കൊടുത്തു, ഇങ്ങനെ ഒരാൾ എൻ്റെ വിധി പറയണ്ട, അതുപോലും ആരും മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ എന്തുവാ, പിന്നെ ആർക്കാ? അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായം എനിക്ക് അന്നും ഇന്നും ഉണ്ട്. അതിജീവിതയ്ക്ക് വേണ്ട ഇങ്ങനെ ഒരാളെ, പിന്നെ ആർക്ക് വേണ്ടിയാണ് അവരാ മുകളിൽ കയറിയിരിക്കുന്നത് എന്നുള്ള മനസ്സിലാവുന്നില്ല. വേറെ എത്ര ആൾക്കാരുണ്ട്? എന്തായാലും ബാക്കി കേൾക്കും. പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രോസിക്യൂഷൻ സർക്കാരിന് നിയമോപദേശം കൊടുത്തിരിക്കുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ കുറിപ്പോടുകൂടി, അതായത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറഞ്ഞ ജഡ്ജി വിധി പറയാൻ യോഗ്യയല്ല എന്നുള്ള കടുത്ത വിമർശനമാണോ ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഈ റിപ്പോർട്ടിലുള്ളത്, നിയമോപദേശത്തിലുള്ളത്? റോഷിപാൽ. അരുൺകുമാർ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശത്തിലാണ് ഗുരുതരമായ പരാമർശങ്ങളുള്ളത്. ഈ കേസിൽ അപ്പീൽ പോകുന്നതിന് വേണ്ടിയുള്ള നിയമോപദേശമാണ്. ആ നിയമോപദേശത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ പീഡന ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡ് അത് നിയമവിരുദ്ധമായി പരിശോധിച്ച കാര്യത്തിൽ വിചാരണ കോടതി ജഡ്ജ് സംശയമുനയിലാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു 1700 പേജ് വായിക്കുക, 1700 പേജ് വായിക്കുന്നത്. ഞാൻ 1700 പേജ് മുഴുവൻ വായിച്ചില്ലെങ്കിലും ഞാൻ അതിൻ്റെ ഒരു 3-4 പേജ് ഇങ്ങനെ വായിച്ച് പോയ സമയത്ത് അതിൽ ഞാൻ കണ്ടൊരു സാധനമുണ്ട്. മേ ബി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ന്യൂസ് കൂടെ നിങ്ങൾക്കറിയാം. ഈ ചേംബറിലിരിക്കുന്ന ജഡ്ജി നമ്മുടെ ദിലീപിൻ്റെ അഡ്വക്കേറ്റ്സിനും ഈ മെമ്മറി കാർഡിലുള്ള വീഡിയോ കാണാനുള്ളൊരു സ്പേസ് കൊടുത്തു, അതും അതിജീവിതയുടെ പെർമിഷൻ ഇല്ലാണ്ട്. ഇതെന്താ സിനിമയാണോ കാണാൻ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അല്ലെ കോമഡി ഷോയാണോ, റിയാലിറ്റി ഷോയാണോ? അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി കാർഡിലെ വിഷ്വൽസ് കാണണം എന്ന് ദിലീപിൻ്റെ വക്കീൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കാണാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. അത് അപ്പുറത്തുള്ള അതിജീവിതയുടെ ഇതില്ലാണ്ട്. ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് കണ്ടിട്ട് എന്ത് കിട്ടാനാ? എന്താ അതിൽ കൂടെ പുറത്തോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്?
ഇതിലെ ഷോയില് സുനി പറയുന്നതും സുനി ടേക്ക് ചെയ്യുന്ന വീഡിയോയും കണ്ടിട്ട് അതിലെന്തെങ്കിലും പോയിന്റ് വെച്ച് സംസാരിക്കാനോ, അല്ലെങ്കിൽ സുനി പറഞ്ഞത് പ്രകാരം അതിൽ നിന്ന സമയത്തോ നീ എൻജോയ് ചെയ്തതാണെന്ന് തെളിയിക്കാനോ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇതിന് പെർമിഷൻ കൊടുക്കുന്ന ഒരു ജഡ്ജിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. എനിക്കറിയാം നിയമ സംവിധാനത്തിലുള്ള ആൾക്കാരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. എന്നാലും ഞാൻ ചോദിക്കുക, എന്തിനു വേണ്ടി കാണിച്ചു കൊടുത്തു? ഇത് കാണിക്കാനുള്ളൊരു സാധനമാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും കാണിച്ചു കൊടുത്തൂടെ? ഞാൻ സീരിയസ്ലി ഈ ഒരു ഒറ്റ പോയിന്റിൽ വളരെ ക്ലിയർ ആയിട്ട് അതിജീവിതയ്ക്ക് പറയാം, എനിക്കിവരെ വേണ്ട, എനിക്കിവരെ നിൽക്കണ്ട. കാരണം എൻ്റെ ക്രെഡിബിലിറ്റിയിലോ അല്ലെങ്കിൽ എൻ്റെ കേസിലോ എനിക്ക് ട്രസ്റ്റ് ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം കോടതി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പാർട്ടി അല്ലെങ്കിൽ ഈ MLA ഇതൊക്കെ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലാണ്ട് നിങ്ങളായിട്ട് പെട്ടെന്ന് എവിടുന്നോ പൊട്ടിമുളച്ച് ഈ സീറ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരല്ല. ഇതിൻ്റെതായ ചില പ്രോസസ്സും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരാളിൽ ഞാൻ ഹാപ്പി അല്ലെങ്കിൽ എനിക്ക് അയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട, എനിക്ക് വേറൊരാൾ മതി എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? വേറൊരാൾ വന്നിരിക്കട്ടെ, വേറൊരാൾ വന്ന അഭിപ്രായം പറയട്ടെ. പക്ഷെ ഇയാൾ തന്നെ പറഞ്ഞാൽ മതി, ഇയാൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നിടത്തല്ലേ തെറ്റ്? ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച 7-ാം പ്രതി 8-ാം പ്രതിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അയാൾ 100% പെർഫെക്റ്റ് ആണ്. പിന്നെ ആരവിടെ വന്നിരുന്നാലും എന്താ പ്രശ്നം? ആര് പറഞ്ഞാലും അവിടെ എന്താ വിഷയം ഉണ്ടാവുന്ന? ഒരു വിഷയം ഉണ്ടാവുന്നില്ലല്ലോ, വന്ന് പറയട്ടെ. പക്ഷെ ഇയാൾ മതി എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? കാരണം അയാൾ മാറിയ ഉത്തരം മാറുമോ? അയാൾ മാറിയ ഇത് മാറുമോ? അതിൽ നിങ്ങൾക്കൊരു പേടിയുള്ളതുകൊണ്ടല്ലേ? താല്പര്യമില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിഞ്ഞു കയറിയിരിക്കുന്നതിനെ കുറിച്ച് എന്താ പറയുക? എന്തായാലും ബാക്കി കാണാം. അങ്ങനെയുള്ള ഒരു ജഡ്ജിന് നിയമപ്രകാരം ഈ കേസിൽ വിധി പറയാൻ അവകാശമില്ല എന്നാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ കേസിൽ വിധി അത് നടനായ ഈ കേസിൽ 8-ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിടാൻ വേണ്ടി മാത്രമാണെന്ന പരാമർശം കൂടിയുണ്ട്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ വി അജകുമാറിന്റെ വിശദമായ കുറിപ്പോടുകൂടിയാണ് നിയമോപദേശമുള്ളത്. ആ നിയമോപദേശത്തിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതിൽ ഏറ്റവും ഗൗരവമേറിയ കോടതിക്കെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ കൂടി ഈ നിയമോപദേശത്തിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് പേര് ഒരുപോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വിധിയാണ് ഈ ഒരു കേസിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പേഴ്സണലി ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കേസിൻ്റെ പല പോയിന്റിലും പല സംസാരത്തിലും പല ഇതിൽ കൂടെ യുക്തിപരമായി ചിന്തിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ആരാ ഇതിൻ്റെ ഉള്ളിൽ കളിച്ചേ എന്നുള്ളത്. പക്ഷെ കോടതിക്കെല്ലാം തെളിവാണ്. തെളിവ് ഇങ്ങനെ ഉണ്ടയായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് പറയാൻ പറ്റൂ. അത് ഉണ്ടയായി തന്നെ കിട്ടണം. ആ ഉണ്ടേൻ്റെ ഷേപ്പിൽ ഒരു ചെറിയൊരു വ്യത്യാസം വന്ന് ഒരു ചെരിവോ ഒരു വളവോ ഒരു ഉന്തോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഉണ്ട കൂട്ടാത്തൊരു സിറ്റുവേഷനാണ് ഈ കാലത്തുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിക്ക് വിടാൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്, തെളിവുകളില്ല. ഒരു 10-20 പേര് തെളിവായി വന്ന് നിന്നിട്ട് ഇവരൊക്കെ നൈസായിട്ട് ഇങ്ങനെ എസ്കേപ്പ് അടിച്ചിരുന്നു. അറിയാലോ, ഈ എസ്കേപ്പ് അടിച്ച ടീമൊക്കെ എന്തുകൊണ്ടാണ് എസ്കേപ്പ് അടിച്ചത്, അതിനെന്താണ് കാരണം, അന്ന് പറഞ്ഞ മൊഴി എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമുക്ക് ഈ കേസിനെ കുറിച്ചിട്ട് കിട്ടും. പക്ഷെ ഉണ്ടയുടെ ഷേപ്പ് മാറിയത് കൊണ്ട് തന്നെ വിട്ടയച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തീരുമാനം എന്തായാലും അങ്ങനെയൊക്കെയല്ലേ വരൂ എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, മാറുന്നുള്ളൊരു പ്രതീക്ഷയില്ല. ഇനി ഹൈക്കോടതിയല്ല സുപ്രീം കോടതിയല്ല, ഇനി അത് മാറി വേറെ ആൾ വന്നാലും. പക്ഷേ അന്നും ഇന്ന് പറയുന്ന പോലെ ഇതിലും വലിയൊരു കോടതി മുകളിലുണ്ട്. ആ കോടതിക്ക് ഒരു തീരുമാനം ഉണ്ടാവുമോ ഫൈനൽ? ആ തീരുമാനങ്ങളൊക്കെ അതുപോലെ നടന്നാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമല്ല. കാരണം ആ കോടതിനെ ആർക്കും പിടിക്കാൻ പറ്റില്ല, ആ കോടതിയുടെ മുമ്പിൽ ആർക്കും കളിക്കാൻ പറ്റില്ല, ആ കോടതിയുടെ മുമ്പിൽ ഒന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, ആ കോടതിയുടെ മുമ്പിൽ പ്രതാപവും പൈസയും ഒന്നുമല്ല. അപ്പം ആ കോടതിയിലെ ശിക്ഷയെങ്കിലും അടിപൊളിയായി നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നത് ഏതായാലും അതീവ ഗുരുതരമായ പരാമർശങ്ങൾ ഉൾപ്പെടുന്ന വിശദമായ ഒരു നിയമോപദേശം തന്നെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം 3 കോടതികളിൽ വെച്ച് ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടെന്ന് ഫോറൻസിക് സയന്റിഫിക് ലാബ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ആദ്യം 2 കോടതിയിൽ പരിശോധിക്കപ്പെട്ടുവെന്ന റിപ്പോർട്ടാണ്. അത് വിചാരണ കോടതിയിൽ എത്തിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിൽ തുടർ നടപടി ഉണ്ടായില്ല. പിന്നീട് 2022 ഫെബ്രുവരി ആദ്യം റിപ്പോർട്ടർ ഈ വിവരം പുറത്തു വന്നതിന് ശേഷമാണ് അത് പുറം ലോകം അറിഞ്ഞത്. പിന്നീട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ച് അതിൽ വസ്തുതാ പരിശോധന നടന്നു. ആ വസ്തുതാ പരിശോധനയിൽ 3 കോടതികളിലും ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടു. 2 കോടതികളിൽ രാത്രിയാണ് ആ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിലിരിക്കെ പരിശോധിക്കപ്പെട്ടതെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷെ അതിൽ ഇപ്പോഴും ഒരു പോലീസ് അന്വേഷണം നടന്നിട്ടില്ല. പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ അതിജീവിത തയ്യാറെടുക്കുകയാണ്. അതിനിടയിലാണ് ഈ സർക്കാരിന് പ്രോസിക്യൂഷൻ നൽകിയ
ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശത്തിലെ ഗുരുതരമായ പരാമർശങ്ങൾ പുറത്തുവരുന്നത്. അരുൺകുമാർ. താങ്ക് യു റോഷിയ. ഞാൻ ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ന്യൂസ് കൂടെ വളരെ വ്യക്തമായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കാരണം 3 കോടതിയിലും അതും രാത്രി നേരങ്ങളിൽ തുറന്ന് കാണേണ്ട പരിശോധിക്കേണ്ട ഒരു സാധനമാണ് ആ മെമ്മറിയിലുള്ളത്. ഇത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവൂ. കാരണം അതിങ്ങനെ കാണണം, പരിശോധിക്കണം. അത് ഞാൻ ആലോചിക്കുന്നത് കാണാനുള്ള മനസ്സ് മനുഷ്യന്മാർക്കുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കാണാനുള്ള മനസ്സ് സത്യം പറയുക, അതിനൊക്കെ ശരിക്കും പറഞ്ഞ ഒരു മനസ്സ് വേണം. ശരിക്കും പറഞ്ഞ മനസ്സ് വേണം. ഞാൻ സിമ്പിൾ ഒരു കാര്യം പറയും. ഞാൻ രാവിലെ ഇങ്ങനെ എണീച്ചിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ റോട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഉള്ള സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ബസ് കയറാൻ വേണ്ടി ക്രോസ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു അനിയൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനോട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോയി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു പൂച്ചക്കുട്ടീനെ ആരോ വണ്ടി ഇടിച്ചിട്ട് പോയിട്ടുണ്ട്. അവനോട് ചോദിച്ചാൽ അറിയാം, ഞാൻ ആ ബസ് വരുന്നത് വരെ ഞാൻ ആ പരിസരത്തോട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം നമുക്കത് കാണാൻ പറ്റില്ല. ഞാൻ പറയുകയും ചെയ്തു, ഇത് ചെയ്തിട്ടുള്ള ഏതവനാണെന്നാണ് ഞാൻ ആലോചിച്ചത്. നമുക്കത് കാണാൻ പോലും പറ്റില്ല. അപ്പോൾ ചില കാഴ്ചകൾ കണ്ണിന് ഭയങ്കര സൗന്ദര്യം തരുന്ന ഒരു സാധനമല്ല. നമുക്ക് കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സാധനമല്ല. നമ്മൾ അറിയാണ്ട് കാണാൻ പറ്റാണ്ട് അല്ലെങ്കിൽ കാണുമ്പോൾ കണ്ണ് നിറയുന്ന അല്ലെ മനസ്സ് വിഷമിപ്പിക്കുന്ന കുറേ കാഴ്ചകളുണ്ട്. അത് കാണണമെങ്കിൽ വേണം ഒരു മനക്കെട്ടി. അത് ഈ 1, 2, 3 തവണയും ഇരുന്ന് കാണണമെങ്കിൽ വേണം മനക്കെട്ടി. ഈ 1, 2, 3 തവണ കാണാൻ ഒരു അവസരം ഒരുക്കണമെങ്കിൽ വേണം അതിലും വലിയൊരു കട്ടി. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കല്ലൊന്നുമല്ല, ഇതിലും കൂടി എന്തോ ഒരു സാധനമാണ്. ഞാൻ ഈ പല കേസുകളും നമ്മുടെ മരണപ്പെട്ടിട്ടുള്ള ആളൂരിൻ്റെ വിധി വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ആളൂർ മരണപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതവിടെ കിടക്കട്ടെ. അതിന് മുമ്പ് ഞാൻ നേരത്തെ ഒരു ഓഡിയോ കേട്ടു. എനിക്ക് തോന്നുന്നു ഈ ഓഡിയോ ഇതിന് മുമ്പ് വന്നാന്ന് തോന്നുന്നു. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കേൾക്കുന്നത്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. തേടിയ വള്ളി കാലി ചുറ്റിയതല്ലേ. ആരെ വള്ളി എന്ന് മനസ്സിലായല്ലോ. അത് വള്ളിയല്ല, പെരുമ്പാമ്പാണ്. തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ചേട്ടൻ്റെ ഈ കേസ് കൈമാറിയിട്ടുള്ള കോടതിയിലെ ജഡ്ജി ഉണ്ടല്ലോ. മൂപ്പരുടെ ഹസ്ബൻഡിലാണ് ഏറ്റവും കൂടുതൽ വലിയ ആരോപണങ്ങൾ വന്നത്. ഒരു മറ്റേ ലോക്കപ്പ് മർദ്ദനം എക്സൈസിൻ്റെ ജിജു എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ ഹസ്ബൻഡാണ് സി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സന്തോഷ് വക്കീൽ അവർ കോൺടാക്ട് ചെയ്തിരുന്നു. നമ്മുടെ ഭാഗത്ത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ലൈഫ് ഭാവിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവില്ല. നല്ല ആത്മബന്ധം ഒന്നും കൂടി കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അർത്ഥം. സംഭവം മനസ്സിലായോ? തേടി വള്ളി കാലിൽ ചുറ്റി. ഈ വള്ളീനെയല്ലേ നമ്മൾ കുറേ നേരമായി നോക്കിക്കൊണ്ടിരുന്നത്. ഈ ഓഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് കേട്ടല്ലോ. ബിജുയുടെ ഭാര്യ. എന്തുവാ ഞാൻ പറയേണ്ടത് സീരിയസ്ലി? ഞാൻ ഈ ഓഡിയോയിലുള്ള കാര്യം ഞാൻ ഇനി വിശദീകരിച്ച് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് എന്തുവാ ഞാൻ പറയേണ്ടത് ഈ കേസുമായി റിലേറ്റ് ചെയ്ത് എന്തുവാ ഞാൻ സംസാരിക്കുന്നത്. നമ്മളൊരു സ്ഥലത്തിരിക്കുകയാണ്, അതിന് കുറച്ച് മാന്യതയും അന്തസ്സും വേണ്ടേ? അതില്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്താ അറിയോ, ഓക്കെ ബായ് എന്ന് പറഞ്ഞിട്ട് ആ സീറ്റിൽ നിന്ന് അങ്ങ് എണീച്ച് പോകണം. എന്നൊരു വിഷയവുമില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടും ഭഗവാനേ വിളിച്ചുകൊണ്ട് നാം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ബൈ.